ഹായ് പ്രിയമുള്ളവരെ, ഉബൈദുമാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നൊരു കാര്യം, അതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ചെറിയ കുഞ്ഞു മക്കൾക്ക് അഥവാ ഇൻഫാന്റ്, ഈ 2 വയസ്സിന്റെ താഴെയുള്ള മക്കൾക്കൊക്കെ ചോക്കിങ് സംഭവിച്ചാൽ അവരെങ്ങനെയാണ് അതിൽ നിന്ന് റിക്കവർ ചെയ്യുക, എങ്ങനെയാണ് അവരുടെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇനി അതിലും വലിയ കുട്ടികളാണെങ്കിൽ 5 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളാണ്, അവർക്കാണ് ചോക്കിങ് സംഭവിച്ചത് എങ്കിൽ എങ്ങനെയാണ് അവിടെ നമ്മൾ ഇടപെടേണ്ടത്? ഈ കാര്യം പ്രത്യേകിച്ച് അംഗൻവാടി ടീച്ചേഴ്സ്, നഴ്സറി ടീച്ചേഴ്സ് ഇവരൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. കാരണം ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് മക്കള്, ഈ പ്രായത്തിലുള്ള ഒരുപാട് കുഞ്ഞു മക്കള് നിങ്ങളുടെ കസ്റ്റഡിയിലാണ്, നിങ്ങളുടെ സംരക്ഷണത്തിലാണ്. ഈ പ്രായത്തിന്റെ പ്രത്യേകത വികൃതിയായിരിക്കും. അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരുടെ ഫസ്റ്റ് കയ്യെ നോക്കല്ലേ എന്നൊരു മത്സര ബുദ്ധിയിൽ അവര് വാരി വലിച്ച് കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വല്ല മിഠായിയോ പെൻസിലോ ചോക്കിന്റെ പൊട്ടോ എന്തെങ്കിലും വായിലിട്ടിട്ട് തൊണ്ടയിൽ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇടപെടാൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് നിങ്ങളുടെ സംരക്ഷണത്തിലായിരിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടും. ആര് സമാധാനം പറയും? കഴിഞ്ഞ വർഷം നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്, വീട്ടിൽ നിന്നും കൊണ്ടുവന്ന സ്നാക്സ് കഴിച്ചപ്പോ തൊണ്ടയിൽ കുടുങ്ങി അംഗനവാടി കുട്ടി മരിച്ചു. ഇങ്ങനൊരു വാർത്ത നമ്മുടെ മക്കളെ കുറിച്ച് ഒരിക്കലും വരാതിരിക്കണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ചെറിയൊരു ട്രിക്ക്, അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞു, ചെറിയ മക്കളാകുമ്പോൾ കയ്യിൽ കമയത്തി കിടത്തേണ്ട രൂപമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനും വലിയ കുട്ടി 5 വയസ്സിന്റെ താഴെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെയ്യേണ്ടത്, നമ്മൾ ഇങ്ങനെ ഇരിക്കുക, വലതുകാലിന്റെ മുട്ട് ഇങ്ങനെ കുത്തി ഇടതുകാലിനെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഈ കുഞ്ഞിനെ നമ്മുടെ വയറിനോട് ചേർത്ത് നിർത്തുക. അവിടെ നിന്നോളൂ മോനെ, അവിടെ നിന്നോളൂ, അവിടെ നിർത്തുക. എന്നിട്ട് കയ്യിന്റെ മുഷ്ടി ചുരുട്ടിയിട്ട് പൊക്കളിന്റെ മുകളിൽ വെക്കുക. എന്നിട്ട് അബ്ഡമിനൽ ത്രസ്റ്റ് വയറിനെ അമർത്തുകയാണ്. അഥവാ ഇങ്ങനെ കൈ വെച്ചിട്ട് ബാക്ക്വാർഡ്സ് ആൻഡ് അപ്വാർഡ്സ്, അഥവാ ഉള്ളിലോട്ട് അമർത്താൻ മേൽപോട്ട് തുഴഞ്ഞു കൊടുക്കുക. ഈ അങ്ങനെ ചെയ്താൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന പ്രഷർ കാരണം എയർ തള്ളിയിട്ട് തൊണ്ടയിൽ കുടുങ്ങിയ വസ്തു പുറത്തേക്ക് സിമ്പിൾ ആയിട്ട് നിഷ്പ്രയാസം പുറത്തേക്ക് വരും. ഈ ഒരു അറിവ് ഇല്ലാത്തത് കൊണ്ടാണ് ചോക്കിങ് കാരണം പെഞ്ചുകുഞ്ഞ് മരിച്ചു നിരന്തരം നമ്മൾ വാർത്തയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അറിവ് ആ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സ് ഈ അപകടം പറ്റുന്ന സമയത്ത് ആരാണോ അവരെ അടുത്തുള്ളത് അവർക്ക് അറിയുമായിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. ഇനി ഇതിലും വലിയ കുട്ടികളാണെങ്കിൽ, ഇതിപ്പോ 5 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഈ രൂപത്തിലാണ്. ഇനി 10 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളാണെങ്കിൽ മോനെ അങ്ങോട്ട് മാറുന്നുള്ളൂ കേട്ടോ, പോയിക്കോളൂ. ഒരു 10 വയസ്സ് 8 വയസ്സൊക്കെയുള്ള കുട്ടിയാണെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റ് കൂടും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചെറുതാവുക. കാൽമുട്ടിൽ നിൽക്കുക, നമ്മൾ ഇങ്ങനെ കാലും മുട്ടിൽ കുത്തിയിട്ട് നിൽക്കുക. എന്നിട്ട് ഇവിടെ ഈ തൊണ്ട കുടുങ്ങിയ കുട്ടിയെ നമ്മുടെ വയറിനോട് ചേർത്ത് നിർത്തുക. വലത് കൈയിന്റെ മുഷ്ടി ചുരുട്ടുക, വയറിന്റെ മുകളിൽ പൊക്കലിന്റെ മുകളിലായിട്ട് വെക്കുക, ഇടത് കൈ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ളിലോട്ട് അമർത്തുക, മേൽപോട്ട് തുഴഞ്ഞു കൊടുക്കുക. ഈ പണി ചെയ്താൽ തൊണ്ടയിൽ കുടുങ്ങിയ വസ്തു പുറത്തേക്ക് വരും, മരണം സംഭവിക്കൂല. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം. ഇനി അതിലും വലിയ നമ്മുടെ സെയിം വലുപ്പമുള്ള ആളാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയോ? അപ്പൊ കുറച്ച് ഹൈറ്റ്, നമ്മൾ അത്ര ഹൈറ്റ് ഉണ്ടാവുമല്ലോ, അവരാകുമ്പോൾ അവരുടെ വയറ് കുറച്ചും കൂടി പൊങ്ങിയിട്ടായിരിക്കും നിൽക്കുക. അപ്പൊ നമ്മൾ നിന്നാൽ മതി. നിൽക്കുമ്പോ എങ്ങനെ നിൽക്കണം? ആദ്യം നമ്മൾ ഈ കുട്ടികൾക്ക് ചോക്കിങ് സംഭവിച്ച ആളെ ഫ്രണ്ടിലൂടെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ടാവും, അവർക്കൊന്നും സംസാരിക്കാൻ കഴിയൂല. ഒരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു രൂപമായിരിക്കും അവരെ കാണുമ്പോൾ നമുക്ക് തോന്നുക, അവർക്ക് എന്തൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ കഴിയൂല. അപ്പൊ വലിയ ആൾക്കാരെ സംഭവിച്ചെങ്കിലും മനസ്സിലാക്കുക, തൊണ്ടയിൽ കുടുങ്ങിയതാണോ എന്ന് നമ്മൾ ചോദിക്കുക അങ്ങോട്ട്. അപ്പൊ അവര് തല കാണിക്കും. നമ്മൾ ചെയ്യേണ്ടത് അറിയോ? ബാക്കിലൂടെ ചെന്നിട്ട് ആദ്യം നമ്മുടെ കാല് കൊണ്ട്, വലത് കാല്, നിങ്ങൾക്ക് ഏതാണോ കുറച്ച് പവർ കിട്ടുന്ന ആ കാല് ഇവരുടെ 2 കാലിന്റെ ഇടയിലൂടെ കുറച്ച് ഫ്രണ്ടിലോട്ട് കയറ്റി വെക്കുക. ഇതെന്തിനാ അറിയോ? ഇവരിപ്പോ സെമി കോൺഷ്യസിലാ ഉള്ളത്. ഏതാനും മിനിറ്റ് കഴിയുമ്പോഴേക്കും അൺകോൺഷ്യസ് ആയിട്ട് വീഴും. ഈ സമയത്ത് അവർക്ക് അവരുടെ ബോഡി താങ്ങാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. അത് നമ്മൾ താങ്ങണം. ആ പവർ നമ്മുടെ ദേഹത്തേക്കാണ് വരിക. പക്ഷെ നമ്മൾ കാലിന്റെ ഒപ്പം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വെയിറ്റ് കാരണം നമ്മൾ മലർന്നടിച്ച് വീഴും, നമ്മുടെ തലയിടിച്ച് നമുക്ക് പരിക്കുണ്ടാവും. അപ്പൊ ഇവിടെ സീൻ സേഫ്റ്റി നോക്കാൻ, നമ്മുടെ രക്ഷ നോക്കാൻ, നമുക്ക് ആപത്ത് വരാതിരിക്കാൻ നമ്മൾ ഈ ഇവരുടെ 2 കാലിന്റെ ഇടയിലൂടെ
വലത് കാല് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ വശമുള്ള കാല് അത് ഫ്രണ്ടിലോട്ട് സ്വല്പം കയറ്റി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വലത് കൈയുടെ മുഷ്ടി ചുരുട്ടിയിട്ട് പൊക്കിളിന്റെ മുകളിൽ വെക്കുക. ഇതിപ്പോ കുട്ടി ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് താഴെയാണ്, അപ്പൊ കുറച്ച് മുകളിൽ വെക്കുക. ഇടത് കൈ സപ്പോർട്ട് ചെയ്യുക മുകളിൽ. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പണിയാണ് ചെയ്താൽ വയറിന്റെ ഉള്ളിലോട്ട് അമർത്തുക, മേൽപോട്ട് ചുഴഞ്ഞു കൊടുക്കുക. ഈ പണിയാണ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വയറിന് കൊടുക്കുന്ന പ്രഷർ കാരണം ഇവിടെ തൊണ്ടയെ കുരുങ്ങിയ വസ്തു പുറത്തേക്ക് വരും. ഇത് എപ്പോഴാ ചെയ്യേണ്ട അറിയോ? ചോക്കിങ് സംഭവിച്ച ആ ഉടനെ ചെയ്യേണ്ട കാര്യമാണ്. മിനിറ്റുകൾ കഴിയുമ്പോൾ ഈ ചോക്കിങ് സംഭവിച്ച ആള് അൺകോൺഷ്യസ് ആയിട്ട് വീഴും, ബോധമില്ലാതെ വീഴും. ബോധമില്ലാത്ത ആളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഇങ്ങനെ അമർത്തിയോണ്ട് കാര്യമില്ല. അപ്പൊ ചെയ്യേണ്ടത് എന്താ, അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ, ഞാൻ വീണ്ടും പറയുന്നു, ചോക്കിങ് കാരണം 95% ജീവനും നഷ്ടപ്പെടില്ല. ചെറിയ ട്രിക്കല്ലേ ഇത്, പഠിക്കേണ്ട കേസല്ലേ ഉള്ളൂ, മനസ്സിൽ വെക്കേണ്ടതല്ലേ ഉള്ളൂ. ഇനി മുതൽ നമ്മളെല്ലാവരും പഠിച്ചിരിക്കണം. പ്രത്യേകിച്ച് ഈ പറയപ്പെട്ട ടീച്ചേഴ്സ്, അമ്മമാര്, കുട്ടികളുമായിട്ട് ഇടപഴകുന്ന അവർക്ക് ഈ അറിവ് ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിലാണ് ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ ബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ CPR കൊടുക്കേണ്ട രൂപം, എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്, എല്ലാം വിശദമായിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.